കഥയെ ആരംഭിക്കുന്നത് സിയോലോ എന്ന യുവാവിനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. നമുക്കയാളെ തൽക്കാലം സേയോ എന്ന് വിളിക്കാം. ആദ്യമായി ഒരു ഫ്രഞ്ച് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മെഡിസിനൽ ഗ്രാജുവേറ്റ് നേടുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അന്ന് തന്റെ ഗ്രാജുവേഷൻ വിജയം സിയോ ആഘോഷിച്ചുകൊണ്ടിരിക്കെ സിയോക്കൊരു കോൾ വന്നു. ആഫ്രിക്കൻ പ്രസിഡൻഷ്യൽ സ്റ്റാഫിനടുത്ത് നിന്നായിരുന്നു അത്. ആ ഫോൺ കോളിൽ സിയോക്കുള്ള ഓഫർ ആയിരുന്നു. ആഫ്രിക്കൻ പ്രസിഡന്റിന്റെ പേഴ്സണൽ ഡോക്ടർ ആവാനുള്ള വലിയൊരു അവസരം സിയോക്ക് കൈവന്നിരിക്കുന്നു. വളരെ വലിയ സാലറിയും ലക്ഷൂറിയസ് ഹോമുമെല്ലാം അതിൽ ഉൾപ്പെട്ടിട്ടുമുണ്ട്. വളരെ ടെംപ്റ്റിംഗ് ആയ ഒരു ഓഫർ ആണെങ്കിലും സിയോ അത് വേണ്ടെന്ന് വെച്ചു. നാട്ടിലെ അഴിമതിയാൽ നിറഞ്ഞ ഭരണത്തിലും മറ്റും സിയോ അതൃപ്തനായിരുന്നു. മാത്രമല്ല ഫ്രാൻസിൽ തന്നെ തുടരാനും അവിടെ സേവനമനുഷ്ഠിച്ച് ഫ്രഞ്ച് പൗരത്വം നേടി ജീവിക്കാനും സിയോക്ക് ആഗ്രഹമുണ്ടായിരുന്നു. സിയോ വീണ്ടും തന്റെ കൂട്ടുകാർക്കൊപ്പം ഹാങ് ഔട്ട് ചെയ്യാൻ തുടങ്ങി. ആ സമയമായിരുന്നു അങ്ങോട്ടേക്ക് അവിടുത്തെ ഒരു ഗ്രാമത്തിലെ മേയർ കടന്നു വന്നത്. കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു, ആ മേയർ സ്ഥിരമായി ഗ്രാജുവേഷൻ സെറിമണിക്ക് ഇങ്ങോട്ടേക്ക് വരാറുണ്ട്. അദ്ദേഹത്തിന്റെ ചെറിയ ടൗണിൽ ഡോക്ടറായി സേവനമനുഷ്ഠിക്കാൻ മനസ്സുള്ള ആരെങ്കിലും അന്വേഷിച്ചാണ് അയാൾ എത്താറുള്ളത്. സിയോക്ക് താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് ശ്രമിച്ചു നോക്കാം. ഒരുപക്ഷെ അവിടെ ഡോക്ടറായി സേവനമനുഷ്ഠിച്ചാൽ സിയോക്ക് ചിലപ്പോ ഫ്രഞ്ച് പൗരത്വം തന്നെ കിട്ടാൻ സാധ്യതയുണ്ട്. അത് കേട്ടതും മറ്റൊന്നും കൂടുതൽ ചിന്തിക്കാതെ സിയോ അതിന് മുന്നിട്ടിറങ്ങി. മേയറുടെ അടുത്ത് ചെന്ന് സംസാരിച്ചു. മേയർ സിയോയെ ചെറിയ തോതിൽ ഇന്റർവ്യൂവും ചെയ്തു. ഇടയ്ക്ക് മേയർ പറഞ്ഞു, തന്റെ ടൗൺ വളരെ ചെറുതാണ്, ഇടുങ്ങിക്കൂടി തണുപ്പ് പുതച്ച ഒരു പ്രദേശം, ഒരുപാട് ആളുകളൊന്നുമില്ല. കൃത്യമായി പറഞ്ഞാൽ ഒരു ഗ്രാമമാണ്. മാത്രമല്ല അവിടുത്തെ താമസക്കാരും ഇതിനു മുമ്പ് ഒരു കറുത്ത വംശജനെ കണ്ടിട്ടില്ല. അവിടെ കറുത്ത വംശജരുമില്ല. അങ്ങോട്ടേക്ക് സിയോ ജോലിക്കായി വന്നാൽ സിയോക്ക് അതിനെ എതിരിട്ട് നിൽക്കാൻ കുറച്ച് മനോധൈര്യം തന്നെ വേണ്ടിവരും. ചിലപ്പോ അവിടെ ക്ഷണിക്കപ്പെടാത്തൊരു അതിഥിയായിരിക്കും സിയോ. സിയോക്ക് പക്ഷെ അതൊന്നും കുഴപ്പമായിരുന്നില്ല. എന്ത് കണ്ടീഷനാണെങ്കിലും കുഴപ്പമില്ല. ഫ്രാൻസിൽ ഡോക്ടറായി സേവനമനുഷ്ഠിക്കാൻ സാധിക്കുമെങ്കിൽ ഏത് പ്രതിസന്ധിയെയും നേരിടാൻ താൻ ഒരുക്കമാണ്. മേയർ വൈകാതെ സിയോയുടെ ജോലിക്കുള്ള അപേക്ഷ മേയർ സ്വീകരിച്ചു. പിന്നാലെ സിയോ തന്റെ ഭാര്യ ആനയെ വിളിച്ചു. അന്നയ്ക്കടുത്ത് തനിക്ക് അവിടെ ഒരു ജോലി കിട്ടിയിരിക്കുന്നു എന്ന കാര്യം അറിയിച്ചു. ഇനി മുതൽ ഫ്രാൻസിലാണ് അവർ ജീവിക്കാൻ പോകുന്നത്. നിങ്ങളെ താൻ ഇങ്ങോട്ടേക്ക് കൂട്ടാൻ പോവുകയാണ് എന്നും സിയോ പറഞ്ഞതും അന്ന വല്ലാതെ എക്സൈറ്റഡ് ആകുന്നുണ്ട്. അന്ന ചിന്തിച്ചത് ഫ്രാൻസിലെ പാരീസ് നഗരത്തിലേക്കായിരിക്കും സിയോ തങ്ങളെ കൂട്ടിക്കൊണ്ടുപോവുക എന്നായിരുന്നു. സിയോക്കാണെങ്കിൽ അന്നയുടെ ആ ചിന്താഗതിയെ ആ ഒരു നിമിഷത്തിൽ തിരുത്തി കൊടുക്കുവാൻ അവസരം തന്നെ കൈവന്നതുമില്ല. അന്ന വളരെയധികം സന്തോഷവതിയായിരുന്നെങ്കിൽ സിയോയുടെ മക്കളായ സിവിയും കമീനിയും അത്രമേൽ സന്തോഷിച്ചിരുന്നില്ല. കാരണം അവരുടെ ഇപ്പോഴത്തെ സ്കൂളിൽ അവർക്കൊരുപാട് സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. മാത്രമല്ല സിവി ആയിടയ്ക്ക് സ്കൂൾ ഫുട്ബോൾ ടീമിൽ അംഗമാവുകയും വളരെ പേരെടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ സിയോ അവരോട് സംസാരിച്ച് അവരെ കൺവിൻസ് ചെയ്തു. ഫ്രാൻസിൽ അവർക്ക് കൂടുതൽ നല്ല സുഹൃത്തുക്കളെ കിട്ടുമെന്ന് പറഞ്ഞു. വൈകാതെ കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ സിയോയുടെ ഫാമിലി ഫ്രാൻസിലേക്ക് എത്തുകയാണ്. അവരൊന്നിച്ച് മേയറുടെ ടൗണിലേക്ക് ചെന്നിറങ്ങി. അവിടെ എത്തിയതും അന്ന വല്ലാതെ ക്ഷുഭിതയാകുന്നുണ്ട്. കാരണം അന്ന പ്രതീക്ഷിച്ച പോലെ ഒരിടമയായിരുന്നില്ല അത്. സിയോയുടെ മക്കളുടെ അവസ്ഥയും വ്യത്യസ്തമായിരുന്നില്ല. പോരാത്തതിന് കോരിച്ചൊരിയുന്ന മഴയത്തേക്കായിരുന്നു അവർ വന്നിറങ്ങിയതും. അധികം വൈകാതെ മേയർ അവരെ വന്നു കൂട്ടി. അവർക്ക് താമസിക്കാനുള്ള വീട്ടിലേക്കും കൊണ്ടുപോയി. ഒരു സാധാരണ ഇരുനില കെട്ടിടമായിരുന്നു അത്. സിയോക്കായി വെച്ചിരുന്ന കാറാകട്ടെ പഴകിയ ഓടുന്ന കാര്യം തന്നെ കഷ്ടത്തിലുള്ള ഒന്നും. മേയർ പോയ ശേഷം തന്റെ ഫ്രസ്ട്രേഷൻ മുഴുവൻ അന്ന സിയോട് വഴക്കായി പുറത്തെടുത്തു. പക്ഷേ സിയോ അന്നയോട് സംസാരിച്ചു. മക്കളുടെ ഭാവിക്ക് അവിടമായിരിക്കും നല്ലതെന്നും അവിടുത്തെ സിറ്റുവേഷൻ ആഫ്രിക്കയിലേക്കാൾ നല്ലതാണ് എന്നുമൊക്കെ സിയോ പറയുന്നുണ്ടായിരുന്നു. അന്നയോട് കുറച്ച് ക്ഷമ കാണിക്കാനും ഒക്കെ വളരെ പെട്ടെന്ന് തന്നെ നല്ലതാകും എന്നുമൊക്കെ സിയോ പറഞ്ഞുകൊണ്ടിരുന്നു. മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും അന്നയും സിയോ പറഞ്ഞതിനെ അംഗീകരിച്ച് അവിടെ നിൽക്കാൻ തീരുമാനിച്ചു. അടുത്ത ദിവസം അന്ന തന്നായിരുന്നു മക്കളെ സ്കൂളിലേക്ക് ഡ്രോപ്പ് ചെയ്തത്. സ്കൂളിലെത്തിയ സിവിയെയും കമീനിയെയും കുട്ടികളൊക്കെ അത്ഭുത വസ്തുവിനെ കണ്ട പോലെ അതിശയത്തോടെ നോക്കുന്നുണ്ടായിരുന്നു. ആ കുട്ടികൾ കറുത്ത വംശജരായ കുട്ടികളെ കാണുന്നത് തന്നെ ആദ്യമായിട്ടായിരുന്നു. സിയോയുടെ മക്കൾ വല്ലാതെ അസ്വസ്ഥരായി. പലതിലും അവർ കളിയാക്കപ്പെട്ടു. മറുവശത്ത് സിയോ ആകട്ടെ തന്റെ ക്ലിനിക് ഓപ്പൺ ചെയ്യുകയായിരുന്നു. ആ സമയത്താണ് ഗർഭിണിയായ ഒരു സ്ത്രീ ഗർഭധാരണത്തിന്റെ കാര്യങ്ങൾ ചെക്ക് ചെയ്യാൻ അങ്ങോട്ടേക്ക് എത്തുന്നത്. പക്ഷേ കറുത്ത വംശജനായ സിയോയെ ഡോക്ടറായി കണ്ടതും അവർ ഭയപ്പെട്ടു. പേടിച്ച് അവർ അവിടെ നിന്ന് ഇറങ്ങിപ്പോവുക പോലും ചെയ്തു. വൈകാതെ അവിടുത്തെ ഫോൺ റിങ് ചെയ്തു. ഒരു ഫാർമർ സിയോയോട് എത്രയും വേഗം തന്റെ ഫാമിലേക്ക് ചെല്ലാൻ ആവശ്യപ്പെട്ടു. എന്തോ അത്യാവശ്യമായിരിക്കും എന്ന് ചിന്തിച്ച സിയോ സാധനങ്ങളും എടുത്ത് നേരെ ഫാമിലേക്ക് പുറപ്പെട്ടു. പക്ഷേ അവിടെ എത്തിയതും ട്രാക്ടറിൽ ഉണ്ടായിരുന്ന വ്യക്തി ദൂരെ നിന്നും വരുന്ന കറുത്ത വംശജനായ ഡോക്ടറെ കണ്ടു. കറുത്ത വംശജനെ കണ്ടതും ഭയന്ന അയാൾ തോക്കെടുത്ത് വെടിയുതിർക്കാൻ ആരംഭിക്കുകയാണ്.
സിയോക്ക് അവിടെ നിന്ന് തിരികെ ഓടേണ്ട അവസ്ഥ പോലും ഉണ്ടായി. അന്ന് രാത്രിയിൽ കുടുംബം ഒന്നു ചേർന്ന് ഭക്ഷണം കഴിക്കാനിരുന്നു. ആ സമയത്താണ് സിയോയുടെ മക്കൾ സ്കൂളിൽ കുട്ടികൾ തങ്ങളെ കളിയാക്കുന്ന കാര്യവും വിചിത്ര ജീവികളെ പോലെ നോക്കുന്ന കാര്യവുമൊക്കെ ദുഃഖത്തോടെ പറയുന്നത്. ഒക്കെ കേട്ടതും അന്ന പറഞ്ഞതാകട്ടെ ഇതൊന്നും ഒന്നുമല്ല, വരാനിരിക്കുന്നേയുള്ളൂ എന്ന മട്ടിലായിരുന്നു. തെരുവിലൂടെ അന്ന പോകുന്ന സമയത്ത് ഏതോ പുരാതന മനുഷ്യനാണ് എന്ന ആളുകൾ പറഞ്ഞ് അതിശയത്തോടെ അന്നയെ നോക്കിയത്രേ. പ്രത്യേകിച്ച് പറയണ്ടല്ലോ, അന്നയ്ക്ക് മാത്രമായിരുന്നില്ലല്ലോ അത്തരം സംഭവങ്ങൾ നേരിടേണ്ടി വന്നത്. സിയോയുടെ കാര്യത്തിലും ഇന്ന് നടന്നത് അത് തന്നെയായിരുന്നല്ലോ. തന്നെ കാണാൻ വന്ന ലേഡി പേടിച്ചോടിപ്പോയ കാര്യവും ഫാമിൽ പോയപ്പോ തന്നെ കണ്ടയാൾ പേടിച്ച് തനിക്കെതിരെ വെടിയുതിർത്ത കാര്യവുമൊക്കെ സിയോ അവിടെ വെച്ച് പറഞ്ഞു. അവരുടെ ആ പങ്കുവെക്കലുകൾ ഒരു ചിരി വിഷയമായി മാറി. ജീവിതത്തിലെ ആ പ്രതിസന്ധികളെ ഒരു ചിരിയോടെ തള്ളിക്കളയാൻ അവർ പഠിക്കുകയായിരുന്നു. അടുത്ത ദിവസം സിയോ ക്ലിനിക്കിലായിരുന്നപ്പോൾ മേയർ സുഖവിവരം അന്വേഷിക്കാൻ എത്തി. എങ്ങനെയുണ്ട് കാര്യങ്ങളെന്ന് ചോദിച്ചു. മേയറെ നിരാശനാക്കണ്ട എന്ന് കരുതി വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് സിയോ മറുപടി പറഞ്ഞു. ആ സമയത്താണ് അവിടുത്തെ വില്ലേജേഴ്സിൽ ഒരാളായ ലവിങ് ആ വഴി വരുന്നത്. സിയോയെ കണ്ട് ലവിങ് ഹലോ പറഞ്ഞു. ലവിങ് പോയ ശേഷം മേയർ സിയോയോട് ഒരു പ്രധാന കാര്യം എടുത്തു പറഞ്ഞു. ലവിങ്ങിനെ ഒന്ന് സൂക്ഷിച്ചേക്കണം. അവൻ പുറമേ ചിരിച്ച് ഹലോയൊക്കെ പറയും, പക്ഷെ ഉള്ളിൽ കറുത്ത വംശജരോട് വലിയ വെറുപ്പുള്ള വ്യക്തിയാണ്. അന്ന് ഉച്ച കഴിഞ്ഞ് സിയോ വീട്ടിലേക്ക് മടങ്ങിപ്പോകുമ്പോ വഴിയിൽ വെച്ച് അവന്റെ കാർ ബ്രേക്ക് ഡൗൺ ആയി. ആ സമയത്തായിരുന്നു ജീൻ എന്ന ഒരു വ്യക്തി തന്റെ ട്രാക്ടറുമായി വന്നത്. ജീൻ സിയോക്ക് ട്രാക്ടറിൽ ഒരു ലിഫ്റ്റ് കൊടുത്തു. ആ യാത്രയിൽ സിയോ ജീനിനോട് സംസാരിച്ചു. എന്താണ് ഗ്രാമത്തിലെ ആരും തന്നെ മെഡിക്കൽ ട്രീറ്റ്മെന്റിന് ക്ലിനിക്കിൽ വരാത്തത് എന്നതിനെ പറ്റിയൊക്കെ തിരക്കി. അതും ഒരു ഡോക്ടർ കറുത്ത വംശജനായ ഡോക്ടർ ആയതുകൊണ്ടാണോ എന്നൊക്കെ സിയോ ചോദിക്കുന്നുണ്ട്. എങ്ങനെ ആ നാട്ടിലെ ജനങ്ങളുടെ വിശ്വാസം നേടിയെടുക്കാം എന്ന കാര്യത്തിൽ സിയോ വല്ലാതെ കൺഫ്യൂസ്ഡ് ആയിരുന്നു. ജീൻ മറുപടി പറഞ്ഞു, എങ്ങനെ വിശ്വാസം നേടിയെടുക്കണം എന്ന് നിനക്കറിയില്ലെങ്കിൽ അതിന്റെ അർത്ഥം നിനക്ക് സ്നേഹിക്കാൻ അറിയില്ലെന്നാണ്. ആദ്യം ഇവിടുത്തെ ജനങ്ങളോട് ഇടപഴകി അവരോട് സ്നേഹം കാണിക്ക്, വിശ്വാസം തനിയെ വരും. ജീനിന്റെ ഉപദേശം മനസ്സാവരിക്കുവാൻ സിയോ തീരുമാനിച്ചിരുന്നു. ജീൻ അവിടുത്തെ ലോക്കൽ ബാറിലേക്കായിരുന്നു പോകുന്നത്. സിയോയും അങ്ങോട്ടേക്ക് പോവാൻ തീരുമാനിച്ചു. ഗ്രാമത്തിലുള്ളവർ ഒത്തുകൂടുന്ന ഒരു ഇടമാണത്. സിയോ ബാറിലേക്ക് കയറി വന്നതും അവിടെ ഉണ്ടായിരുന്ന ഏവരും ഒരു നിമിഷം നിശബ്ദരാകുന്നുണ്ട്. ഡാഡ്സ് കളിച്ചുകൊണ്ട് അവിടെയുള്ളവരോട് ഫെമിലിയർ ആവാനും അവർക്കിടയിലേക്ക് കൂടെ കൂടാനും സിയോ ശ്രമിക്കാൻ തുടങ്ങി. പക്ഷേ ഡാർട്ട് നല്ല രീതിയിൽ കളിക്കാനറിയാത്ത സിയോ കൊണ്ടോ അതിന് സാധിക്കുന്നു. സിയോ അവിടെ ഒരു ചിരി വിഷയമായി മാറി. ഭാഗ്യവശാൽ ജീൻ അങ്ങോട്ടേക്ക് കടന്നു വന്നു. സിയോയെ പഠിപ്പിക്കുവാൻ ജീൻ ഒരുക്കമായിരുന്നു. ജീന്റെ സഹായത്തോടെ സിയോ ഇംപ്രൂവ് ചെയ്തു. മാത്രമല്ല ജീനിന്റെ ആ സഹായം കൊണ്ട് തന്നെ ആളുകൾക്ക് സിയോയോടുള്ള മനോഭാവത്തിൽ ചെറിയ മാറ്റങ്ങൾ വന്നു തുടങ്ങി. അവർ സിയോയുമായി ഇടപഴകാനും ആരംഭിച്ചു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം സിയോയുടെ ചെറിയ കുടുംബവും ഗ്രാമത്തിലെ ജനങ്ങളും ഫ്രാൻസിലെ നാഷണൽ ഹീറോസ് ഡേ ആഘോഷിക്കുകയായിരുന്നു. ആ സമയമാണ് സിയോയുടെ എക്സ്റ്റൻഡഡ് ഫാമിലി അംഗങ്ങൾ ആഫ്രിക്കയിൽ നിന്ന് വിസിറ്റിനെത്തുന്നത്. അവരെ കണ്ട് സിയോ ഒരു നിമിഷം ഞെട്ടുന്നുണ്ട്. പിന്നാലെ സിയോ അവരെയും കൂട്ടി വീട്ടിലേക്ക് പോയി. വീട്ടിലെത്തിയതും സിയോയുടെ അവിടുത്തെ വീടിന്റെ അവസ്ഥയൊക്കെ കണ്ട് ആദ്യം അവർ ഒന്ന് വല്ലാതാവുന്നുണ്ട്. പക്ഷേ ഏവരും ഒന്നുചേരുക എന്നതാണല്ലോ ഏറ്റവും വലുത്. അതുകൊണ്ട് അക്കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് അവരേവരും ഒന്നിച്ച് സന്തോഷിച്ച് എൻജോയ് ചെയ്യാൻ ആരംഭിച്ചു. നാളുകൾ കഴിയും തോറും സിയോ നാട്ടുകാരുമായി അടുത്തടുത്തു വന്നു. ഒരു ദിവസം ബാറിൽ കാർഡ് കളിച്ചുകൊണ്ടിരിക്കെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു വ്യക്തി തനിക്കായിടെയായി ശ്വാസമെടുക്കലിലുള്ള ബുദ്ധിമുട്ടിനെ പറ്റി പറഞ്ഞു. അതൊരു അവസരമായി കണ്ട സിയോ അങ്ങനാണെങ്കിൽ അടുത്ത ദിവസം തന്റെ ക്ലിനിക്കിൽ വന്ന് ഒന്ന് നോക്കിക്കൂടെ എന്ന തരത്തിൽ ചോദിച്ചു. അടുത്ത ദിവസം അയാൾ അസുഖബാധിതനായ മറ്റൊരു സുഹൃത്തിനെയും കൂട്ടി സിയോയുടെ ക്ലിനിക്കിലെത്തുകയാണ്. സിയോ ആദ്യം അതിൽ സന്തോഷിച്ചിരുന്നു. ഓരോരുത്തരെയായി സിയോ പരിശോധിക്കാൻ തുടങ്ങി. ആദ്യം ചെസ്റ്റ് പെയിൻ എന്നും പിന്നീട് ചന്തിവേദനയെന്നും ഒക്കെ പറഞ്ഞ് അവർ സിയോയെ കൊണ്ട് ഓരോന്നും പരിശോധിപ്പിച്ചു. എല്ലാം തന്നെ ചെക്ക് ചെയ്യാൻ സിയോ ഒരുക്കവുമായിരുന്നു. ഒരു ഡോക്ടറുടെ ആതുര സേവന മനസ്സോടെ സിയോ തന്റെ സേവനമനുഷ്ഠിച്ചു. പരിശോധനയൊക്കെ കഴിഞ്ഞ് സിയോ പ്രിസ്ക്രിപ്ഷൻ എഴുതി കഴിഞ്ഞതും അവർ പണം കൊടുക്കുന്നതിന് പകരം പൊട്ടിച്ചിരിക്കുകയായിരുന്നു ചെയ്തത്. സിയോ വെറുതെ ഡോക്ടറുടെ വേഷം കെട്ടി തമാശ കാണിക്കുന്ന വ്യക്തിയാണ് എന്ന ധാരണയിലായിരുന്നു അവർ അത്രയും നാൾ ഉണ്ടായിരുന്നത്. അതുകൊണ്ടായിരുന്നു അത്തരത്തിലൊക്കെ അവർ പ്രവർത്തിച്ചതും. ഒരു കുറ്റബോധവും ഇല്ലാതെ അത്തരത്തിലൊക്കെ പ്രവർത്തിച്ച് ചിരിയോടെ അവരിരുവരും ഇറങ്ങിപ്പോയി. ഭാരമേറിയ മനസ്സോടെ ക്ഷമയോടെ കാത്തിരിക്കാൻ മാത്രമേ സിയോക്ക് സാധിക്കുമായിരുന്നുള്ളൂ. അന്ന് വീട്ടിലെത്തിയ സിയോ ബില്ലുകളൊക്കെ കണ്ട് വല്ലാത്തൊരവസ്ഥയിലെത്തുന്നുണ്ട്. കറണ്ട് ബില്ലൊക്കെ ഒരുപാട് വർദ്ധിച്ചിരുന്നു. അതുവരേക്കും ഒന്നും തന്നെ പേ ചെയ്തിട്ടില്ല. വരുമാനമുണ്ടെങ്കിലല്ലേ പൈസ അടയ്ക്കുവാൻ സാധിക്കുകയുള്ളൂ. സിയോക്ക് വരുമാനമില്ല. അടുത്ത ദിവസം സ്കൂളിൽ സിവിക്ക് ഫുട്ബോൾ കളിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ അവൾ പുതിയ കുട്ടിയായതുകൊണ്ട് ആരും അതിന് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. സിവിക്ക് നോക്കിക്കാണാനേ സാധിച്ചുള്ളൂ. ഇതേ സമയം മറുവശത്ത് മേയർ
മേയർ മീറ്റിംഗ് ചേരുകയായിരുന്നു. ലാവിംഗ് അടക്കമുള്ള കുറച്ച് നാട്ടുകാർ സിയോയെ പോലുള്ള ഒരു കറുത്ത വംശജൻ ഇവിടെ ഡോക്ടറായിരുന്നാൽ നന്നാവില്ല, അയാളെ പറഞ്ഞുവിടണം എന്ന ആവശ്യം ഉന്നയിച്ചു. ജനങ്ങളുടെ ഇടയിൽ നിന്നും കറുത്ത വംശജനായ ഡോക്ടർ പോയി മറ്റൊരു ഡോക്ടർ വരണം എന്ന ആവശ്യവും ശക്തമാവുന്നുണ്ടായിരുന്നു. മേയർക്കും മറ്റു വഴികളില്ലാതായി. മേയർ സിയോയുമായി സംസാരിച്ചു. ക്രിസ്മസിന് മുമ്പ് സിയോക്ക് രോഗികളായില്ലെങ്കിൽ സിയോയെ ഇവിടെ നിന്ന് പറഞ്ഞുവിടേണ്ടി വരും എന്ന് മേയർ അറിയിച്ചു. രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ സിയോ അവിടുത്തെ ഒരു ഫാമിൽ പ്രഭാതത്തിൽ ജോലി നോക്കാൻ ആരംഭിച്ചു. നാളുകൾ കടന്നുപോയിക്കൊണ്ടിരുന്നു. ഫാമിലെ ജോലി സിയോ തുടർന്നു പോന്നു. ആനിന് ഇതിൽ ചെറിയ സംശയങ്ങൾ തോന്നിയിരുന്നു. സിയോ വരുമ്പോൾ പലപ്പോഴും പശുക്കളുടെയും മറ്റും ചൂരടിക്കുന്നുണ്ട്. അടുത്തൊരു ദിവസം അതുകൊണ്ട് തന്നെ സിയോയെ പിന്തുടരാൻ അന്ന തീരുമാനിച്ചു. അവളുടെ സംശയം തെറ്റിയിരുന്നില്ല. സിയോ ഫാമിൽ ജോലി നോക്കുന്നത് അന്ന കണ്ടെത്തി. അന്ന വല്ലാതെ ക്ഷുഭിതയായി മാറിയിരുന്നു. ആ കാര്യത്തിന്റെ പേരിൽ അന്നയും സിയോയും തമ്മിൽ വലിയ വഴക്കുണ്ടായി. സിയോ കാര്യങ്ങൾ അന്നയോട് വിശദീകരിച്ചപ്പോ അന്നോടുവിൽ കുറച്ച് സമാധാനപ്പെടുകയാണ്. അന്ന് രാത്രിയിൽ ഗ്രാമത്തിലുള്ളവരൊക്കെ ബാറിൽ ഹാങ് ഔട്ട് ചെയ്യുമ്പോ ജീൻ അങ്ങോട്ടേക്ക് ചെന്നു. അവിടെ ഏവരോടുമായി സംസാരിച്ചു. എന്തുകൊണ്ടാണ് ഒരു കറുത്ത വംശജനായതിന്റെ പേരിൽ മാത്രം നിങ്ങൾ സിയോയെ വെറുക്കുന്നത്? ഒരു ഡോക്ടർ ഗ്രാമത്തിലുണ്ടാവുന്നത് എത്രമേൽ വാല്യുബിൾ ആണ് എന്ന് നിങ്ങൾക്കറിയാവുന്നതല്ലേ? ഒരടിസ്ഥാനവുമില്ലാത്ത നിങ്ങളുടെ വെറുപ്പ് കാരണം ആ പാവം സിയോ ഒരു ഫാമിൽ ജോലി നോക്കേണ്ടി വരികയാണ്. ഒരുപക്ഷെ സിയോ ഇവിടെ ഉണ്ടാവേണ്ട ആളായിരിക്കില്ല. അത് സിയോക്ക് ഇവിടെ യാതൊരു സേവനം നടത്താൻ സാധിക്കില്ല എന്നതുകൊണ്ടല്ല, ഇവിടുത്തെ കോമാളികളൊന്നും അത് അർഹിക്കാത്തതുകൊണ്ടായിരിക്കും. ജെയിനിന്റെ കടുപ്പമേറിയ വാക്കുകൾ ഏവരെയും നിശബ്ദരാക്കുന്നുണ്ട്. അടുത്ത ദിവസം മാർക്കറ്റിൽ വെച്ചും ഒരു സംഭവമുണ്ടായി. ലാവിനും കുറച്ച് സ്ത്രീകളും സിയോയുടെ ക്ലിനിക്കിനെ പറ്റി അപവാദങ്ങൾ സംസാരിക്കുകയായിരുന്നു. കറുത്ത വംശജരെ ഭയമായതുകൊണ്ടാണ് താൻ ക്ലിനിക്കിൽ പോവാത്തത് എന്ന് ലേഡീസ് പറയുന്നുണ്ടായിരുന്നു. അതുവഴി പോവുകയായിരുന്ന ഞാൻ അത് കേട്ട് വല്ലാതെ ദേഷ്യപ്പെട്ടു. അവരോട് പൊട്ടിത്തെറിച്ചു. ഒരിക്കൽ പോലും ക്ലിനിക്കിൽ പോവാതെ എന്റെ ഭർത്താവിനെ, അദ്ദേഹത്തിന്റെ കഴിവുകളെ നിറം കൊണ്ട് മാത്രം വിലയിരുത്താൻ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കുന്നു എന്ന് ചോദിച്ചായിരുന്നു അന്ന തട്ടിക്കയറിയത്. അദ്ദേഹം ഒരു കറുത്ത മനുഷ്യനായിരിക്കാം, പക്ഷേ അദ്ദേഹവും ഞങ്ങളും നിങ്ങളെപ്പോലെ മനുഷ്യർ തന്നെയാണ് എന്നും അന്ന പറഞ്ഞു വെച്ചു. അടുത്തൊരു ദിവസം കമീനെ സ്കൂളിൽ നിന്ന് വന്നപ്പോ തന്റെ ഒരു കൂട്ടുകാരിയെയും കൊണ്ടുവന്നിരുന്നു. സ്കിൻ ഡിസീസ് ഉള്ള ഒരു കുട്ടിയായിരുന്നു അത്. സിയോ ആ കുട്ടിയെ പരിശോധിച്ചു. എത്രയും വേഗം അവളുടെ ചികിത്സയ്ക്കുള്ള മരുന്ന് താൻ കണ്ടെത്താം എന്നും സിയോ പറഞ്ഞു. ആ കുട്ടി ചെറുതായി പുഞ്ചിരിച്ചു. ഒരു പേഷ്യന്റ് സിയോയിൽ വിശ്വാസം കാണിക്കുന്നത് കണ്ട് അന്നയും ചിരിക്കുന്നുണ്ട്. അങ്ങനെ വിന്റർ എത്തി. ആദ്യമായി സിയോയുടെ കുടുംബം മഞ്ഞുവീഴ്ചയും മറ്റും കാണുകയാണ്. അവരേറെ സന്തോഷിക്കുന്നുണ്ടായിരുന്നു. ഒന്നടങ്കം അവർ സന്തോഷത്തോടെ അത് ആഘോഷിച്ചു. സിയോ വൈകാതെ അതിനുള്ള മരുന്ന് കണ്ടെത്തുകയും കമ്പനിയുടെ സുഹൃത്തിന്റെ സ്കിൻ ഡിസീസ് ട്രീറ്റ് ചെയ്യുകയും ചെയ്യുകയാണ്. അധികം വൈകാതെ സിയോയുടെ എക്സ്റ്റെൻഡഡ് ഫാമിലി ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യാനെത്തി. പരസ്പരം സംസാരിച്ച ശേഷം അവരന്ന് പള്ളിയിൽ പോയി. പള്ളിയിൽ ഫ്രഞ്ച് രീതിയിലുള്ള ആരാധനാ കർമ്മങ്ങളായിരുന്നു അരങ്ങേറിയിരുന്നത്. ആഫ്രിക്കൻ രീതി എന്നത് ആഘോഷത്തോടെ പാട്ടുപാടിയൊക്കെയുള്ള ആരാധനാ രീതിയാണ്. ആദ്യമൊക്കെ സിയോയുടെ ബന്ധുക്കൾ ഫ്രഞ്ച് രീതിയിൽ പ്രാർത്ഥിക്കാനിരുന്നെങ്കിലും വൈകാതെ അവർ അവരുടെ രീതിക്കുള്ള പ്രാർത്ഥന ആരംഭിച്ചു. അത്തരത്തിൽ ഉച്ചത്തിലുള്ള പ്രെയർ സോങ് ഒക്കെ അവിടുത്തെ ജനങ്ങൾക്ക് അപരിചിതമായിരുന്നു. ആദ്യമൊക്കെ അവർ വല്ലാതെ നോക്കിയെങ്കിലും പിന്നീട് അവരും അത് എൻജോയ് ചെയ്യാൻ തുടങ്ങി. പക്ഷേ ആരാധന കഴിഞ്ഞതും സിയോ വല്ലാതെ ദേഷ്യത്തിലായിരുന്നു. പെട്ടെന്ന് അങ്ങോട്ടേക്ക് ഒരാൾ ഓടി വന്നു. തന്റെ ഗർഭിണിയായ ഭാര്യ വേദന കൊണ്ട് ബുദ്ധിമുട്ടുകയാണെന്നും സഹായിക്കാൻ എത്തണം എന്നും അയാൾ സിയോയോട് ആവശ്യപ്പെട്ടു. സിയോ ഉടനടി അയാൾക്കൊപ്പം പുറപ്പെട്ടു ചെല്ലുകയാണ്. അവിടെ എത്തിയപ്പോൾ ഉണ്ടായിരുന്നതാകട്ടെ, സിയോ ആദ്യം ക്ലിനിക് ഓപ്പൺ ചെയ്തപ്പോ ചെക്കപ്പിന് വന്നിരുന്ന ഗർഭിണിയായിരുന്ന ഒരു ലേഡി അവിടെ നിന്നും ഇറങ്ങിപ്പോയിരുന്നല്ലോ, അതേ ലേഡിയായിരുന്നു അത്. ആ ലേഡി അപ്പോഴും ഭയപ്പെടുന്നുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു സമയത്ത് അവർക്ക് മറ്റു വഴികളുണ്ടായിരുന്നില്ല. തന്നെ ട്രീറ്റ് ചെയ്യാൻ അവർ സിയോയെ അനുവദിച്ചു. സിയോയുടെ സഹായത്തോടെ പ്രസവം ഭംഗിയായി നടന്നു. അവർക്ക് നല്ലൊരു കുട്ടിയും പിറന്നു. അതോടെയായിരുന്നു സിയോയെ അവർ വിശ്വസിക്കാൻ ആരംഭിച്ചത്. മുമ്പ് താൻ ചെയ്ത തെറ്റിന്, സിയോയെ തെറ്റിദ്ധരിച്ചതിന് അവർ സിയോയോട് ക്ഷമ ചോദിച്ചു. അടുത്ത ദിവസം ബാറിൽ ആ കുട്ടി ജനിച്ചതിന്റെ സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. ഗ്രാമത്തിലെ ജനങ്ങൾ ഒന്നടങ്കം അതിൽ പങ്കുചേർന്നു. ആ ഒരു സംഭവം സിയോയെ കൂടുതൽ ജനകീയനാക്കി. ആളുകൾ സിയോയെ ഡോക്ടർ എന്ന് വിളിക്കാൻ ആരംഭിച്ചു. സിയോയെ കാണുവാൻ ക്ലിനിക്കിലേക്ക് എത്തിത്തുടങ്ങി. സിയോയുടെ ക്ലിനിക്ക് മെച്ചപ്പെട്ടു. ക്ലിനിക്കിൽ ഒരു അസിസ്റ്റന്റിനെ വരെ സിയോക്ക് പോസ്റ്റ് ചെയ്യേണ്ടി വന്നു. സിയോയുടെ ക്ലിനിക്ക് കൂടുതൽ ജനകീയമാവുന്നത് ഒരാളെ മാത്രം അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടായിരുന്നു. അത് ലാവിംഗായിരുന്നു. അടുത്ത മേയർ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ തീരുമാനിച്ചിരുന്ന വ്യക്തിയാണ് അയാൾ. സിയോ ജനകീയനായാൽ പഴയ മേയർക്ക് കൂടുതൽ വില ലഭിക്കും. പഴയ മേയർ തന്നെ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ ചിലപ്പോ തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്യും. സിയോക്കെതിരെ എന്തെങ്കിലും പണി കൊടുക്കണം എന്നയാൾ ആലോചിച്ചു. സിയോയെ അങ്ങനെ പുറത്താക്കിയാൽ മേയർ ഇലക്ഷനിൽ തനിക്ക് മുൻതൂക്കം ലഭിക്കും. അതിനുവേണ്ട
കാര്യങ്ങൾ ചെയ്യാം എന്നും ലാവിങ് ചിന്തിക്കുന്നുണ്ടായിരുന്നു. സിയോയുടെ നല്ല പേര് താഴേക്കിടാൻ വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും എന്നതിനെപ്പറ്റി അതോടെ ലാവിങ് തന്റെ ആളുകൾക്കൊപ്പം ചേർന്ന് ഗൂഢാലോചന നടത്തി. ഇതേ സമയം മറ്റൊന്നുകൂടി നടക്കുന്നുണ്ടായിരുന്നു. സ്കൂൾ സ്പോർട്സ് ലെസൺസിനിടയിൽ സിവി തന്റെ ഫുട്ബോൾ കളിയിലെ സ്കില്ലുകൾ പ്രദർശിപ്പിച്ചു. അതുകണ്ട് അവിടെയുള്ള ഏവരും വല്ലാതെ എക്സൈറ്റഡ് ആവുന്നുണ്ട്. കളിയിലെ സിവിയുടെ മികവ് കുട്ടികളുടെ ശ്രദ്ധ നേടിക്കൊടുത്തു. വൈകാതെ സിവി അവരുടെയൊക്കെ ശ്രദ്ധാകേന്ദ്രമായി മാറി. ഏവരും സിവിയെ തങ്ങളുടെ കൂടെ കൂട്ടാൻ ആരംഭിച്ചു. അങ്ങനിരിക്കെയായിരുന്നു മേയർ സിയോയെയും അന്നയെയും ഒരു ഡിന്നറിന് ക്ഷണിക്കുന്നത്. അങ്ങനെ സംസാരിക്കുന്നതിനിടയിൽ മേയർ യാദർച്ഛികമായി ഗ്രാജുവേറ്റ് ആയപ്പോൾ സിയോക്ക് ആഫ്രിക്കൻ പ്രസിഡന്റിന്റെ ഡോക്ടറാവാനുള്ള ക്ഷണം വന്ന കാര്യവും സിയോ അത് വേണ്ടെന്ന് വെച്ച കാര്യവും അന്നയോട് പറഞ്ഞു. അതുവരേക്കും സിയോ അക്കാര്യം അന്നയെ അറിയിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. അന്ന അത് കേട്ടതും വല്ലാതെ ക്ഷുഭിതയാവുകയാണ്. അത്രയും വലിയ ലക്ഷറി ജീവിതമായിരുന്നു ഫ്രാൻസിൽ ജീവിക്കാൻ സിയോ വേണ്ടെന്ന് വെച്ചത്. അന്ന അവിടെ നിന്ന് വഴക്കടിച്ചിറങ്ങിപ്പോയി. സിയോ എന്തു പറഞ്ഞിട്ടും അവിടെ നിൽക്കുവാൻ അന്ന കൂട്ടാക്കിയില്ല. ആഫ്രിക്കയിലേക്ക് തന്നെ അന്ന മടങ്ങിപ്പോയി. സിയോയും കുട്ടികളും ഫ്രാൻസിലെ ആ കൊച്ചു ഗ്രാമത്തിൽ തുടരുവാനും ആരംഭിച്ചു. അന്ന പോയതിൽ പിന്നെ കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കാൻ സിയോക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. ഒരു ദിവസം സിയോ ഒരു പേഷ്യന്റിനെ പരിശോധിച്ചുകൊണ്ടിരിക്കെ പോലീസ് അങ്ങോട്ടേക്ക് കടന്നു വന്നു. സിയോയെ അറസ്റ്റ് ചെയ്യുകയാണെന്ന് അറിയിച്ചു. കാര്യമെന്തെന്നാൽ സിയോയുടെ വർക്ക് പെർമിറ്റ് അവസാനിച്ചിരുന്നു. ഇല്ലീഗലായിട്ടാണ് സിയോ ഫ്രാൻസിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. സിയോയുടെ റെസിഡൻസ് പെർമിറ്റ് പുതുക്കിയിട്ടേ ഉണ്ടായിരുന്നില്ല. ലാവിങ്ങും കൂട്ടുകാരുമായിരുന്നു ആ വിവരം ചോർത്തിയെടുത്ത് അത്തരത്തിലൊരു സന്ദർഭത്തിലേക്ക് സിയോയെ നയിച്ചത്. മറുവശത്ത് മേയർ ക്യാമ്പയിനുകൾ അരങ്ങേറുകയാണ്. ലാവിങ് തന്റെ ആളുകൾക്കൊപ്പം സിയോക്കെതിരെ സംസാരിച്ചു. സിയോയെ മാറ്റി നല്ലൊരു വെള്ളക്കാരൻ ഡോക്ടറെ കൊണ്ടുവരും എന്നൊക്കെ അയാൾ പറഞ്ഞു. സിയോയെ കൊണ്ടുവന്നിരുന്ന മേയർ സിയോ പോലീസ് സ്റ്റേഷനിലായ കാര്യം അറിഞ്ഞിരുന്നു. സിയോയെ ഡിഫെൻഡ് ചെയ്യാൻ അദ്ദേഹം സ്റ്റേഷനിലെത്തി. പക്ഷേ നിയമത്തിന്റെ വഴിക്കാണല്ലോ പോവുക. മേയർക്ക് കാര്യമായി ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. ആ ഒരു കാലയളവിൽ ക്ലിനിക്കിൽ പ്രാക്ടീസ് ചെയ്യാനുള്ള സിയോയുടെ ഡോക്ടറായിട്ടുള്ള ലൈസൻസും റിവോക്ക് ചെയ്യപ്പെട്ടു. ഒടുവിൽ പോലീസ് സ്റ്റേഷനിൽ നിന്നും സിയോ പോന്നപ്പോ അവനാകെ തകർന്നു പോയിരുന്നു. ഒരുപാട് മദ്യപിച്ച് സിയോ തെരുവിലൂടെ നടന്നു വന്നു. സിയോയുടെ ആ അവസ്ഥ കണ്ട് സിയോയുടെ സുഹൃത്തുകൂടിയായി മാറിയ ജീൻ വല്ലാതെ അസ്വസ്ഥനായിരുന്നു. സിയോയെ ഡ്രോപ്പ് ചെയ്യാൻ അദ്ദേഹം ക്ഷണിച്ചെങ്കിലും സിയോ അതിന് സമ്മതിച്ചില്ല. മുമ്പോട്ട് നടന്ന സിയോ ചെന്നുപെട്ടതാകട്ടെ ഒരു കാളക്കൂടിനകത്തുമായിരുന്നു. എന്നിരുന്നാലും പരിക്കൊന്നുമേക്കാതെ സിയോ രക്ഷപ്പെട്ടു. അടുത്ത ദിവസം സിവി ഫുട്ബോൾ മാച്ച് കാണാൻ പോകാൻ തന്റെ അച്ഛനെയും ക്ഷണിച്ചു. മകളുടെ ആഗ്രഹമാണല്ലോ. സിയോ അവർക്കൊപ്പം ചെന്നു. കാണികൾക്കിടയിൽ സിയോ കാണുവാനിരുന്നു. പക്ഷെ പെട്ടെന്ന് സിവിയെ കാണാനില്ല. സിയോ നോക്കാൻ തുടങ്ങി. നോക്കിയ സിയോ കണ്ടത് കളിക്കാൻ ഇറങ്ങിയിരിക്കുന്ന സിയോയായിരുന്നു. തന്റെ മകൾ കളിക്കാൻ ഇറങ്ങിയിരിക്കുന്നു. സിയോക്ക് വലിയ സന്തോഷം തോന്നി. നാടിനു വേണ്ടി കളിക്കാൻ സിവിയും ഇറങ്ങിയിരുന്നു. സിവിയുടെ കളിയിലെ മികവുകൊണ്ട് അന്ന് നാട്ടിലെ ടീം വിജയിക്കുകയാണ്. നാടിനും വലിയ പേരും പെരുമയും ലഭിച്ചു. ആ കളിയൊക്കെ കണ്ട് സിയോ വല്ലാതെ അഭിമാനിക്കുന്നുണ്ട്. സിയോ പിന്നാലെ ആഫ്രിക്കയിലേക്ക് കോൾ ചെയ്തു. തന്റെ ഭാര്യയോട് സംസാരിക്കാൻ ശ്രമിച്ചു. ഫോൺ എടുത്തത് സിസ്റ്റർ ഇൻ ലോ ആയിരുന്നു. താൻ സിവിയുടെ ഫുട്ബോൾ മാച്ച് കണ്ടെന്നും വലിയ തോതിൽ അവൾ കളിക്കുന്നുണ്ടെന്നും പഴയ കാര്യങ്ങൾക്ക് താൻ അന്നയോട് മാപ്പ് ചോദിക്കുകയാണെന്നും അവളോട് ക്ഷമിക്കാൻ പറയണമെന്നും സിയോ ഫോണിലൂടെ പറഞ്ഞു. സിവിയുടെ വലിയ മാച്ച് വൈകാതെ വരാനിരിക്കുന്നുണ്ടെന്നും അടുത്ത ദിവസം കമ്പനിയുടെ സ്കൂളിൽ സ്കൂൾ പ്ലേ ഡ്രാമയുണ്ടെന്നും അത് കാണുവാൻ അവളോട് വരാൻ പറയണം എന്നും സിയോ ആവശ്യപ്പെട്ടു. അന്നയുമൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. ഒക്കെ അറിഞ്ഞ അന്ന മനസ്സലിന് തന്റെ മക്കളുടെയും ഹസ്ബൻഡിന്റെയും അടുത്തേക്ക് പോകാൻ തീരുമാനിച്ചു. അടുത്ത ദിവസം മേയർ ഇലക്ഷൻ ആരംഭിക്കുകയായിരുന്നു. ഗ്രാമത്തിലെ കുറെ ആളുകൾക്ക് പൊളിറ്റിക്സിൽ താല്പര്യമുണ്ടായിരുന്നില്ല. ഒക്കത്തിൽ നിന്നും വിട്ടുനിൽക്കാനായിരുന്നു അവരൊക്കെ തീരുമാനിച്ചിരുന്നത്. ആ സമയമാണ് സിയോക്കൊരു ഐഡിയ തോന്നിയത്. നിലവിലത്തെ മേയർ തന്നെ വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടാൽ തനിക്ക് വീണ്ടും ക്ലിനിക്ക് തുടങ്ങാനുള്ള ലൈസൻസ് അദ്ദേഹം ശരിയാക്കി തരും. ഒരുപക്ഷെ പൗരത്വത്തിന്റെ കാര്യങ്ങളും അദ്ദേഹം തന്നെ റെഡിയാക്കി തന്നോളും. അദ്ദേഹത്തിനെ തിരഞ്ഞെടുപ്പിൽ സഹായിക്കണം. ബാറിലേക്ക് കടന്നു ചെന്ന സിയോ അപ്പോഴത്തെ മേയറിനു വേണ്ടി ഇലക്ഷൻ പ്രചരണം ആരംഭിച്ചു. വരുന്ന ഇലക്ഷനിൽ ലാവിങ് വിജയിച്ചാൽ തനിക്കും ഫാമിലിക്കും ആഫ്രിക്കയിലേക്ക് തിരികെ പോവുകയല്ലാതെ മറ്റു വഴിയില്ല എന്നൊക്കെ സിയോ അവരോട് പറഞ്ഞു. അതിനോടകം അവിടുത്തെ ജനങ്ങളിൽ കുറെ പേർക്കെങ്കിലും പ്രിയപ്പെട്ടവനായി മാറിയ സിയോക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ ജനങ്ങൾ ഒരുക്കമായിരുന്നു. സിയോ പറഞ്ഞു താൻ ആഫ്രിക്കയിലേക്ക് പോയാൽ സിവിയും ആഫ്രിക്കയിലേക്ക് പോകും. അതോടെ നാട്ടിലെ ഫുട്ബോൾ ടീമിന്റെ പേരും പെരുമയും പോകും. സിവി കാരണമാണ് കഴിഞ്ഞ തവണ വിജയിക്കാൻ
വിജയിക്കാനും നാടിന് പെരുമ നേടിയെടുക്കാനും പറ്റിയത് ജനങ്ങളായ നിങ്ങൾ തന്നെ ആലോചിച്ച് വോട്ട് ചെയ്യണം. സിയോക്കും സിവിക്കും വേണ്ടി ജനങ്ങൾ പരസ്പരം തന്നെ സംസാരിച്ച് വോട്ട് ചെയ്യാൻ വേണ്ടി എത്തി. ഒടുവിൽ ഇലക്ഷൻ റിസൾട്ട് വന്നു. വിജയിച്ചത് സിയോ ആഗ്രഹിച്ച പോലെ അപ്പോഴത്തെ മേയർ തന്നെയായിരുന്നു. ലാവിംഗ് പരാജയപ്പെട്ടു. അതേസമയം തന്നെ അങ്ങോട്ടേക്ക് സിയോയുടെ പ്രിയപ്പെട്ട ഭാര്യ അന്നയും വന്നെത്തിയിരുന്നു. കുടുംബം ഒന്നുചേർന്നു. പിന്നീടായിരുന്നു സ്കൂളിലെ നാടകം ആരംഭിച്ചത്. ഏവരും നാടകം കാണുവാൻ പോയി. അന്നവിടെ അരങ്ങേറിയത് ഡോക്ടർ ആയതു മുതൽ അന്നുവരേക്കും സിയോ കടന്നുപോയ ജീവിതാനുഭവങ്ങളായിരുന്നു. നാടകരൂപത്തിൽ കുട്ടികളത് അവതരിപ്പിച്ചു. ഏവരുടെയും ഹൃദയത്തിൽ തൊടുന്ന ഒരു അവതരണമായിരുന്നു അത്. ഗ്രാമത്തിലെ ജനങ്ങൾ ഒന്നടങ്കം വല്ലാതെ ടച്ച്ഡായി. സിയോയെ അവർ കൂടുതൽ മനസ്സിലാക്കി. പിന്നീട് കുറച്ച് മാസങ്ങൾക്കു ശേഷം പഴയ മേയർ തന്നെ വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടതോടെ സിയോയുടെ ക്ലിനിക് ലൈസൻസ് പുതുക്കി കൊടുക്കപ്പെട്ടു. സിയോ വീണ്ടും സേവനം ആരംഭിച്ചു. സിയോക്ക് ഫ്രഞ്ച് പൗരത്വവും ലഭിച്ചു. പതിറ്റാണ്ടുകളോളം സിയോ അവിടെ സേവനമനുഷ്ഠിച്ചു. വയസ്സായിട്ടും സിയോ തന്റെ സേവനങ്ങൾ തുടർന്നിരുന്നു. ഒരു രാത്രിയിൽ സിയോക്കൊരു എമർജൻസി കോൾ വന്നു. രോഗിയെ നോക്കാൻ കാറിൽ സിയോ പുറപ്പെട്ടു പോകുമ്പോൾ ഒരു വലിയ അപകടം സംഭവിച്ചു. അപകടത്തിൽ സിയോ കൊല്ലപ്പെടുകയായിരുന്നു. സിയോയുടെ ഫ്യൂണറൽ ചടങ്ങുകൾ നടന്നപ്പോൾ ആ ഗ്രാമത്തിലെ ജനങ്ങളൊക്കെയും അതിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നിരുന്നു. അതിനോടകം അത്രമേൽ പ്രിയങ്കരനായി അവർക്കിടയിൽ ഒരാളായി സിയോ മാറിക്കഴിഞ്ഞിരുന്നു. ആ ചെറു ടൗണിലെ ജനങ്ങളത്രയും സിയോ ഡോക്ടറെ ഇപ്പോഴും ഓർമ്മിച്ചുകൊണ്ടേയിരിക്കുന്നു. യഥാർത്ഥ സംഭവകഥയെ അടിസ്ഥാനമാക്കി ചിത്രീകരിച്ച ഈ ഫ്രഞ്ച് ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.